വർല്ഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എൻ്റെ പഴയ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1/2 കിലോ അവൽ, 3/4 കിലോ ശർക്കര, 2 മുറി തേങ്ങ ചിരണ്ടിയത്, 100 ഗ്രാം ചെറുപയർ പരിപ്പ്, 25 ഗ്രാം എള്ള്, ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത്. 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കര ഉരുകി തീരുവോളം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട്. നമുക്ക് താഴെ ഇറക്കി വയ്ക്കാം. പാനിയാക്കിയ ശർക്കര നമുക്ക് പാത്രത്തിലോട്ട് ഒഴിക്കാം. പാനി തിളച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങായിട്ട് ഇളക്കാം. തേങ്ങ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അവലിട്ടിളക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അവലിട്ടിളക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുപയർ പരിപ്പിട്ട് കൊടുക്കുക. ചെറുപയർ പരിപ്പ് ചുവന്ന് കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ചെറുപയർ പരിപ്പ് ചുവന്നിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത് നമുക്ക് എള്ള് വറുത്തെടുക്കാം. എള്ള് വറുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും എള്ളും നമുക്ക് അവലിനകത്തോട്ട് ഇട്ടിളക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിളക്കാം. നെയ്യുടെ സ്വാദില്ലെങ്കിൽ ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അവൽ വിളയിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക.